അത് അനന്യ തന്നെയാണ്. അവളെ രക്ഷിക്കാൻ വേണ്ടി താൻ കള്ളൊന്നും പറയണ്ട. അല്ല, ശരിക്കും നിങ്ങൾക്ക് ആരതി എന്നൊരു സുഹൃത്തുണ്ടോ? ഉണ്ട്. അവളെ കുറച്ചു കാലമായിട്ട് ഞങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല. അവളോട് അമ്മയുടെ കാര്യം സംസാരിക്കാനായിട്ടാ ഞങ്ങൾ ലാസ്റ്റ് അവളെ കണ്ടത്. എവിടെ വെച്ചാ കണ്ടത്? പറയടോ, എവിടെ വെച്ചാ നിങ്ങൾ ആരതിയെ കണ്ടത്? അവള് പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുന്ന സ്ഥലത്ത് വെച്ചാ കണ്ടത്. പിന്നെ അവള് ജോലിക്കായിട്ട് മംഗലാപുരത്തേക്ക് പോയി. മംഗലാപുരത്ത് അവള് ജോലി തിരക്കില്ല. തിരികെ വരുമ്പോ ഹോസ്റ്റലിൽ വന്ന് ഞങ്ങളെ കാണാന്ന് അവള് പറഞ്ഞിട്ടുണ്ട്. അവള് വരുമ്പോ സാറിന് ഞങ്ങൾ അവളെ പരിചയപ്പെടുത്താം. ഓക്കെ, ആരതിയെ പരിചയപ്പെടുത്തുന്നൊക്കെ അവിടെ നിൽക്കട്ടെ. ആരതി പേയിങ് ഗസ്റ്റായിട്ട് താമസിച്ചിരുന്ന സ്ഥലം വൃന്ദയ്ക്ക് അറിയാന്നല്ലേ പറഞ്ഞത്? ആ സ്ഥലത്തേക്ക് വൃന്ദ എന്റെ ഒപ്പം വരണം. പോലീസിന്റെ കൂടെ ഞാൻ തനിയെ വരാനോ? പേടിക്കണ്ട, പോലീസുകാരും കൂടെ ഉണ്ടാവില്ല. നമ്മൾ മാത്രമായിരിക്കും പോകുന്നത്. വൃന്ദയുടെ മുത്തശ്ശനോട് ഞാൻ കാര്യം പറഞ്ഞേക്കാം. നമ്മൾ ഒരുമിച്ചൊരു യാത്ര പോകുന്നത് മുത്തശ്ശനും ഓപ്പോളിനും സന്തോഷമായിരിക്കും. ഈ യാത്രയ്ക്ക് വൃന്ദയ്ക്ക് എപ്പോഴാ സമയം? നാളെ ആയാലോ? നാളെയോ? നാളെ പറ്റില്ല. ഞാൻ അത്യാവശ്യമായിട്ട് കോളേജിലെ പ്രോജക്ട് വർക്കിന്റെ തിരക്കില്ല. അതിനിടയിൽ എങ്ങോട്ടും പോകാൻ പറ്റില്ല. ഓ ഓക്കെ, വൃന്ദ ടെൻഷൻ ആവണ്ട. എന്നാ പിന്നെ നമുക്ക് 2 ദിവസം കഴിഞ്ഞു പോവാം. 2 ദിവസം കഴിഞ്ഞിട്ടോ? അതെ, വൃന്ദ ഇപ്പൊ പൊക്കോ. അത് വൃന്ദ പൊക്കോ. ശരി, ഓക്കെ, താങ്ക്സ്. സാർ, നമുക്ക് അനന്യ ഭാസ്കറെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്താൽ? 5 സുന്ദരികളെ ആരെ ചോദ്യം ചെയ്താലും ഉത്തരം ഇത് തന്നെയായിരിക്കും. അവർക്ക് ആരതി എന്ന ഫ്രണ്ട് ഉണ്ടെന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെന്നാണല്ലോ അവരിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സുഹൃത്ത് 5 സുന്ദരികൾക്കില്ലെങ്കിലോ? ACP നമ്മളെ കുടുക്കിയിരിക്കുകയാണല്ലോ. എന്തോ ഒരു കുരുക്കുണ്ടാക്കി വെച്ചിട്ടാണല്ലോ ACP നമ്മളെ കാണണമെന്ന് പറഞ്ഞത്. ആരതിയും അവളുടെ നമ്പറും എല്ലാം അനുവിന്റെ പ്ലേ ആണെന്ന് ACP നിഷ്പ്രയാസം കണ്ടുപിടിച്ചിരിക്കാം. സൈബർ സെല്ലിന്റെ ഹെൽപ്പോടെ ടവർ ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ടാ അനുവിന്റെ ആ ഡ്രാമ പൊളിച്ചടുക്കിയിരിക്കുന്നത്. ഇതിന്റെ പേരിൽ അനുവിനെതിരെ ACP കേസ് എടുക്കൂ? അതിന് സാധ്യതയില്ല. അനു അങ്ങനെ ചെയ്തതിനുള്ള കാരണം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരതി താമസിക്കുന്ന സ്ഥലത്ത് പോണോന്നാ ഇപ്പൊ ACPയുടെ ആവശ്യം. ഞാൻ നിങ്ങളോടെല്ലാം അപ്പോഴേ പറഞ്ഞതാ, നമ്മൾ കളിക്കുന്നത് ബുദ്ധിമാനായ ഒരു ഓഫീസറോടാണെന്ന്. ഇങ്ങനെയുള്ള നമ്മുടെ പഴയ നമ്പറുകളൊന്നും ACPയുടെ വില പോവില്ല. ഇനി മുതൽ നമ്മൾ ACPയോട് മുട്ടുമ്പം കുറച്ചുകൂടെ ഹൈടെക് ആയിട്ട് കളിക്കേണ്ടി വരും. എന്ത് ചെയ്താലും സൂക്ഷിക്കണം. ACP ഇന്ദ്രജിത്ത് നമ്മൾ കരുതുന്ന പോലെ ഒരു നിസ്സാര വ്യക്തിയല്ല. എല്ലാ വശങ്ങളിൽ നിന്നും നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്. പേയിങ് ഗസ്റ്റായിട്ട് താമസിച്ച സ്ഥലത്തെ പറ്റി നീ എന്തിനാ ACPയോട് പറഞ്ഞത്? അത് പറയാതെ നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ പറയേണ്ടി വന്നതുകൊണ്ടാണല്ലോ ആ സ്ഥലത്തേക്ക് പോണോന്ന് ACP ആവശ്യപ്പെട്ടത്. ആരതി നമ്മുടെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് അവള് താമസിക്കുന്ന സ്ഥലം അറിയില്ലെന്ന് പറഞ്ഞ ACP വിശ്വസിക്കില്ല. ACP ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത ആരായാലും പറയേണ്ടി വരുമല്ലോ. അങ്ങനെ ഒരു സ്ഥലം കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞേക്കും.
പക്ഷേ ആരതി താമസിച്ചിരുന്നു എന്ന് പറയുന്ന വീട്, അങ്ങനൊരു വീടില്ല. ഇല്ലാത്ത വീട് നമ്മൾ എങ്ങനെയാ ACPക്ക് കാണിച്ചു കൊടുക്കുന്നത്? ആരതി അനു ആണെന്ന് കണ്ടുപിടിച്ച ACPക്ക് ഏതെങ്കിലും ഒരു വീട് കാണിച്ചു കൊടുത്ത് പറ്റിക്കാനൊന്നും പറ്റില്ല. തൽക്കാലം ആ സ്ഥലത്തേക്ക് പോകാതെ ഒഴിഞ്ഞു മാറി നടക്കാം. എത്ര നാള്? ACP ആ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വൃന്ദേ, ഈ കാര്യത്തിൽ ACP നിന്നെ വിളിച്ചാ നീ എന്തു പറയും? എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കേ.